മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ അഭിമാന മണ്ഡലമാണ് പൊന്നാനി. 2006 മുതൽ CPM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ വിജയിച്ചു കയറുന്ന മണ്ഡലം. MK സക്കീറാണ് ഇടതുപക്ഷത്തിന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും പൊന്നാനിയിൽ പാർട്ടിക്ക് തലവേദനയായിട്ടുണ്ട്. ഇതിനെയെല്ലാം MK സക്കീറിന്റെ വ്യക്തിബന്ധങ്ങൾ കൊണ്ട് മറികടക്കാമെന്ന ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളത്. മറുവശത്ത് UDF-നായി KP നൌഷാദ് അലിയാണ് മത്സരരംഗത്തുള്ളത്. 2 വർഷത്തിലേറെയായി പൊന്നാനിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന നൌഷാദ് അലിക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളും ഇവിടുത്തെ കാര്യങ്ങളുമെല്ലാം വ്യക്തമായി അറിയാം. അദ്ദേഹം ഉണ്ടാക്കിയ വ്യക്തിബന്ധങ്ങളും UDF-ന് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയാണുള്ളത്. പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി KP നൌഷാദ് അലി മണ്ഡലത്തിലെ ഓരോ പ്രദേശത്തും ഓടിയെത്തുകയാണ്. അവസാനവട്ട പ്രചരണത്തിന്റെ തിരക്കിലാണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ പ്രചരണത്തിന് ബാക്കിയുള്ളൂ. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷകളൊക്കെ? ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ആളുകളുടെയൊക്കെ ഈ ആവേശം. പൊന്നാനി UDF കേരളത്തിൽ വിജയിക്കുന്ന ആദ്യ മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് പൊന്നാനി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഈഴവത്തുരുത്തി മേഖലയാണ്. ഇവിടെയൊക്കെ പരമ്പരാഗതമായിട്ട് CPM ലീഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ആളുകളൊക്കെ സ്വയം പ്രചോദിതരായിട്ട് ആവേശത്തോടു കൂടി മുന്നോട്ട് വരികയാണ്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ കണ്ണുകളിൽ അവരുടെയൊക്കെ മുഖത്ത് ഒരു മാറ്റം വേണമെന്നുണ്ട്. അതൊരു സമ്പൂർണ്ണമായ വികസനവും അവരുടെ ക്ഷേമമൊക്കെ മുൻനിർത്തിയുള്ള ഒരു ശൈലി മാറ്റമാണ് അവരാഗ്രഹിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഒരുപാട് ആഭ്യന്തരമായുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പരസ്യമായിട്ടൊക്കെ. ഇതൊക്കെ UDF-ന് അനുകൂലമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അല്ല, അത് അവരുടെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാൻ ഞാൻ മുതിരുന്നില്ല. അതൊക്കെ അവരുടെ പാർട്ടിയും അവരുടെ മുന്നണിയൊക്കെ ചർച്ച ചെയ്തിട്ട് അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ എന്നുള്ളതാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ ജനങ്ങളൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് UDF, LDF, BJP ഭേദമില്ല. പൊന്നാനിക്കാർക്കൊരു ചേഞ്ച് ആവശ്യം. അവർ അങ്ങനൊരു മനസ്സാണ് ഇത്തവണ അവർ പ്രകടിപ്പിക്കുന്നത്. നമ്മളുടനീളം ഈ യാത്രയുടെ ഭാഗമായിട്ടൊക്കെ ലഭിക്കുന്ന പ്രതികരണങ്ങളൊക്കെ അത് ബോധ്യമാക്കി തരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പാർട്ടി ജാതി മത ഭേദമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ചരിത്രം കുറെ കാലമായിട്ട് ഇടതുപക്ഷത്തിനൊപ്പമാണ്. ഇത്ര ആത്മവിശ്വാസത്തോടെ ഇവിടെ വിജയിക്കുന്നു പറയാൻ അതിന്റെ ഘടകം എന്താണ്? അതായത് ഈ പൊന്നാനിയുടെ ചരിത്രം ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് പറയുന്നതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. പൊന്നാനി ഒരുപാട് തവണ UDF ജയിച്ച ഒരു സീറ്റാണ്. UDF ജയിച്ചിരുന്ന കാലത്തൊക്കെ എടപ്പാൾ മണ്ഡലം കൂടി ചേർന്ന പൊന്നാനിയിലാണ് UDF ജയിച്ചത്. 2011 ഡീലിമിറ്റേഷന് ശേഷം എടപ്പാൾ പൊന്നാനിയിൽ നിന്ന് തവനൂരിലേക്ക് മാറി. അപ്പോൾ ഇത് UDF-ന് ഒന്നുകൂടി അനുകൂലമാകേണ്ടതാണ്. കാരണം എടപ്പാൾ ഒരു ഇടതുപക്ഷ മുൻതൂക്കമുള്ള പഞ്ചായത്തായിട്ടാണ് പറയപ്പെടാറ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊന്നും അങ്ങനെ അല്ലെങ്കിലും. അപ്പോൾ UDF ജയിക്കേണ്ടതാണ്. എന്തൊരു വിധി വൈപരീത്യം കൊണ്ട് UDF ജയിക്കാതെ പോകുന്നു. അത് 2011, 16, 21 3 ടൈമായിട്ട് ജയിച്ചില്ല. തീർച്ചയായിട്ടും അതിൻ്റെ കൂടി ഒരു വികാരവും അതിൻ്റെ കൂടി ഒരു അതിയായ ആഗ്രഹം, ഒരു മോഹസാഫല്യമൊക്കെ അവരാഗ്രഹിക്കുന്നു. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു സർക്കാർ കോളേജ് ഇവിടെ ഇല്ല. തൊട്ടപ്പുറത്ത് പുതുതായിട്ട് രൂപപ്പെട്ട മണ്ഡലങ്ങളിൽ വരെ സർക്കാർ കോളേജ് ഉണ്ട്, ഇവിടെ ഇല്ല. അതുപോലെ ഇവിടുത്തെ ആശുപത്രിയിൽ കാത്ത് ലാബും ഇല്ല, ന്യൂറോ സയൻസും ഒന്നുമില്ല. ഇവിടുത്തെ പൊന്നാനിക്കാർക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വന്നാൽ തൃശ്ശൂരോ കോട്ടക്കലോ പോകണം. ഈ പാവപ്പെട്ട മനുഷ്യർക്കൊന്നും വണ്ടിയെടുത്ത് പോകാൻ കഴിയില്ലെങ്കിൽ അവരത് ആ വിധി അങ്ങ് ഏറ്റുവാങ്ങുക എന്നുള്ള നിർമ്മാണമുള്ളൂ. കുട്ടികൾക്ക് കളിക്കളമില്ല, സ്റ്റേഡിയം ഇല്ല, കടൽ ഭിത്തിയില്ല, 1000-ലധികം ഓലപ്പുരങ്ങളാണ്. അതുപോലെ തന്നെ ഒരു സംരംഭങ്ങളും ഇല്ല, തൊഴിലും ഇല്ല, കോഴ്സും ഇല്ല, പരിശീലനവും ഇല്ല. ആളുകളുടെ മുമ്പിലൊക്കെ ഇരുളടഞ്ഞ വഴികളേ ഉള്ളൂ. അതൊക്കെ നമുക്കൊന്ന് തുറക്കണം. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രധാന കേന്ദ്രമായി കാണുന്നത് തീരദേശ മേഖലകളാണ്. അവിടെയൊക്കെ എത്തവണ മാറ്റം ഉണ്ടാകും. ഒരു തർക്കവും വേണ്ട. തീരദേശ മേഖലയൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി. കാരണം കടൽ ഭിത്തി ഇല്ല എന്നുള്ളത് 10 കൊല്ലമായിട്ട് അവർ കാണുന്നതാണ്. 30 മീറ്ററെങ്കിലും ശരാശരി ഓരോ വർഷവും കരയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ വീടും പള്ളിയും കബറും ഒക്കെ പൊളിഞ്ഞ് കടലെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡയറക്റ്റ്ലി അഫക്റ്റഡായ ആളുകൾക്ക് തീർച്ചയായിട്ടും പ്രതിഷേധം ഉണ്ടാവും. തീർച്ചയായിട്ടും.
പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി ശ്രീ MK സക്കീറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ലാസ്റ്റ് ഫേസിലാണ്, എല്ലായിടത്തും ഓടിയെത്താനുള്ള ശ്രമത്തിലായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഓട്ടം തന്നെയാണ്. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അതുകൊണ്ട് അല്ലാത്ത പര്യടനങ്ങളൊക്കെ ഏറെക്കുറെ മുന്നോട്ട് പോയി. സമയം തികയാത്ത അവസ്ഥയല്ലേ? സമയം തേക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള സമയത്തിന് നമ്മൾ ഒന്നുകൂടിയും ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുന്ന രൂപത്തിലാണ് പോകുന്നത്. എങ്ങനെയുണ്ട് പൊതുവെ ആളുകൾ? നല്ല 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 ഫോമിലാണ് പൊന്നാനി പൊതുവെ. വികസനത്തിനൊരു വട്ടം കൂടി, വികസനത്തിനൊരു വോട്ട്, പിന്നെ അങ്ങനെ മറ്റ് ബന്ധങ്ങൾ, രാഷ്ട്രീയപരമായ മുന്നേറ്റം എല്ലാം ഒന്നിനൊന്ന് പൊന്നാനി മണ്ഡലത്തിന് തരുന്നതാണ്. UDF പറയുന്നത് ഇത്തവണ LDF ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് അവർക്ക് അനുകൂലമായിട്ടുള്ള വോട്ട് ഒഴുക്കുണ്ടാവും. എന്താ വെച്ചാൽ ഇതൊക്കെ പറയുന്നവർ പറയാം. കാരണം യഥാർത്ഥത്തിൽ ഉള്ളത് എന്താന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാം. പറയാനുള്ളവർക്ക് പറയാം, കാണിച്ചു കൊടുക്കാനുള്ളവർക്ക് അതെ കാണിച്ചു കൊടുക്കാം. അപ്പൊ അതൊക്കെ തന്നെയാണ്. കാരണം നമുക്ക് പൊന്നാനിയെ കുറിച്ച് അറിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനാധിപത്യ പോരാട്ടത്തിൽ ഒരു വിധിയെഴുത്താണല്ലോ. ആ വിധിയെഴുത്തിനകത്ത് കൃത്യമായി ഒരു വിധി എഴുതുന്ന ഒരാൾ ആ വിധിക്ക് അടിസ്ഥാനപ്പെടുത്തിയ ഘടകങ്ങൾ കൂടി എഴുതി രേഖപ്പെടുത്തുമ്പോഴാണ് വിധി എന്ന് പറയുന്നത്. ആ രേഖപ്പെടുത്തലുകളിൽ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ പൊന്നാനിയുടെ വികസന പദ്ധതികളാണ്. 100-700 കോടി രൂപയോളം ചെലവഴിച്ച് പൊന്നാനിയെ ഒരുപാട് മാറ്റത്തിലേക്ക് കൊണ്ടുപോയി. തുടർന്നുള്ള അതിൻ്റെ തുടർച്ചയും പിന്നീട് അതിൻ്റെ നെക്സ്റ്റ് ഫേസ് ഡെവലപ്മെൻറ്റും കൂടിയിട്ട് വരുമ്പോൾ പൊന്നാനി കാത്തിരിക്കുകയാണ്. വീണ്ടും ഇടതുപക്ഷം വന്നുകൊണ്ട് പൊന്നാനിയുടെ നെക്സ്റ്റ് ഫേസ് ഡെവലപ്മെൻറ്റ്. വികസനം മാത്രമാണ് ചർച്ച, രാഷ്ട്രീയം അല്ല. രാഷ്ട്രീയം വികസനം കൂടി ഒരുമിച്ച് പോകും. വികസന രാഷ്ട്രീയമാണ്. കാരണം വെച്ചാൽ രണ്ടും കൂടി ചേരുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു വിഷയം തന്നെയാണ്. അല്ലാണ്ട് ഇപ്പം വികസനം എന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആക്ടിവിറ്റി അല്ല. കൃത്യമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു ഭരണം ക്രമപ്പെടുത്തി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി അഴിമതിയില്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത, കൃത്യമായ പ്ലാൻ ചെയ്ത് ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റി മാത്രം ചെയ്യുമ്പോൾ അത് തന്നെയാണ് രാഷ്ട്രീയം. പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ ഉറച്ചു തന്നെ കൂടെ നിൽക്കുകയാണ്. പിന്നെ തീർച്ചയായും എല്ലാ കേന്ദ്രങ്ങളും പൊന്നാനിലിപ്പോൾ അങ്ങനെ ശക്തി കേന്ദ്രം, അങ്ങനെ ദുർബല കേന്ദ്രം എല്ലാം ശക്തമാണ്. അടിത്തറ ഭദ്രം. എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഭൂരിപക്ഷം ഈ ഘട്ടത്തിലെത്തുമ്പോൾ? ഭൂരിപക്ഷത്തെ കുറിച്ചിപ്പോൾ നമുക്ക് പഴയ ഭൂരിപക്ഷത്തിന് കൂടുതൽ ഭൂരിപക്ഷം വരാനാണ് നമ്മളെ സാധ്യത. അതിന്റെ ശ്രമം നമ്മൾ തുടരുന്നുണ്ട്. വ്യക്തിബന്ധങ്ങൾ കാര്യമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം. എൻ്റെ നല്ല കുറെ സുഹൃത്തുക്കൾ, ഞാൻ പൊന്നാനിയാണല്ലോ. സ്വാഭാവികമായിട്ടും ഒരു പൊന്നാനിയുള്ള കളിച്ചു വളർന്ന, പഠിച്ചു വളർന്ന, പോരാടി വളർന്ന പൊന്നാനിക്കാരൻ എന്നുള്ള എനിക്ക് ആ ഒരു സംഭവം നമ്മളതിനകത്ത് യാഥാർത്ഥ്യം മറച്ചു വെക്കേണ്ട കാര്യമില്ല. എൻ്റെ സുഹൃത്തുക്കൾ ചിലപ്പോൾ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്നേഹത്തിന്റെ ഭാഷയാണ്. നമുക്ക് അതിനെ അത് നമ്മളെ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ട്. അതിന്റെ പ്രതിഫലത്തിന്റെ റേറ്റ് ഒക്കെ നമുക്ക് പിന്നീട് പറയാം. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടിക്ക് വോട്ട് ചോർച്ച ഉണ്ടാകുമോ? MK സക്കീറിന്റെ വ്യക്തിബന്ധങ്ങൾ കൊണ്ട് പൊന്നാനിയിൽ ഇതുവരെ ലഭിക്കാത്ത വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കുമോ? മറുവശത്ത് KP നൗഷാദിലൂടെ 2001 ശേഷം ആദ്യമായി UDF ഇവിടെ വിജയിച്ചു കയറുമോ? NDAക്ക് വേണ്ടി മത്സരിക്കുന്ന BDJ സ്ഥാനാർത്ഥി നേടുന്ന വോട്ടുകളും ഫലം നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ടതാകും. അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.